നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ താരങ്ങൾക്ക് അവനിൽ മാതൃകയുണ്ട്. ഒസ്മാൻ ഡംബലയിൽ മാതൃകയുണ്ട്. തൻ്റെ ടീമിലെ ഏറ്റവും മികച്ച താരത്തെ കളിയുടെ 65-ാമത്തെ മിനിറ്റിലാണ് ലൂയിസ് എൻറിക്കെ പിൻവലിക്കുന്നത്. അപ്പോൾ അയാൾ അസ്വസ്ഥതൊന്നും കാണിച്ചില്ല. അയാൾ കോച്ചിനെതിരെ ഒന്നും കാണിച്ചില്ല, ഒരു ജസ്റ്ററും കാണിച്ചില്ല. നേരെ തൻ്റെ കോച്ചിന് കൈ കൊടുത്ത് ബെഞ്ചിൽ പോയിരുന്ന് തൻ്റെ സഹതാരങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി കൈയടിച്ച് ആർപ്പ് വിളിച്ച് ടീം വിജയത്തിലേക്ക് എത്തുന്നത് വരെ അവിടെ നിന്ന് ആവേശത്തിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ഇത് പല സൂപ്പർ താരങ്ങൾക്കും മാതൃകയാണെന്ന് പറയുന്നു ടോണി ക്രൂസ്. നമ്മൾ കണ്ടിട്ടില്ലേ, പല സൂപ്പർ താരങ്ങളെയും കളിയിൽ പിൻവലിച്ചാൽ പിന്നെ തുടങ്ങി പ്രശ്നം. ഗ്രൗണ്ടിൽ തന്നെ വെച്ച് ഓരോ ആക്ഷൻ കാണിക്കുക ആയി, പിന്നെ കോച്ചിന് കൈ കൊടുക്കാതെ ആയി, ബെഞ്ചിൽ പോയിരുന്നിട്ട് ആകെ പ്രശ്നമാക്കുന്നു, അല്ലെങ്കിൽ നേരെ ടണലിലേക്ക് പോകുന്നു. അതൊന്നുമല്ല ഡംബല കാണിക്കുന്നത്. ഇതാണ് ലൂയിസ് എൻറിക്കെ തൻ്റെ ടീമിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ടീം സ്പിരിറ്റ്. ഇതാണ് ഒസ്മാൻ ഡംബല എന്ന താരം ഇന്ന് മറ്റ് സൂപ്പർ താരങ്ങൾക്ക് മുന്നിലേക്ക് ഒരു മാതൃക പോലെ വെച്ചു കൊടുക്കുന്നത്. ടോണി ക്രൂസ് ആയത് പറയുന്നത്. ടോണി ക്രൂസിൻ്റെ വാക്കുകൾ ഫാബ്രിസിയോ റൊമാനോ, നിങ്ങൾക്കൊക്കെ നല്ല വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫാബ്രിസിയോ റൊമാനോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ടോണി ക്രൂസ് പറയുന്നു, ലൂയിസ് എൻറിക്കെ, ഇത് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെ ആസ്പദമാക്കി പറയുകയാണ്, ലൂയിസ് എൻറിക്കെ തൻ്റെ ടീമിലെ സൂപ്പർ താരമായ ഒസ്മാൻ ഡംബലയെ സബ് ചെയ്യുന്നത് 65-ാമത്തെ മിനിറ്റിലാണ്. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൻ്റെ 65-ാമത്തെ മിനിറ്റിലാണ്. എന്നിട്ട് ആരെങ്കിലും അതിനോട് കംപ്ലൈൻറ്റ് ചെയ്തോ? അവൻ, അതായത് ഡംബലെ, പിച്ചുവിട്ടു, തൻ്റെ കോച്ചിന് കൈ കൊടുത്തു, ബെഞ്ചിൽ പോയിരുന്ന് സഹതാരങ്ങൾക്ക് വേണ്ടി ചീർ ചെയ്തു. ഇത് തീർച്ചയായിട്ടും കൃത്യമായൊരു എക്സാമ്പിളാണ്, മറ്റുള്ളവർ കാണിക്കേണ്ട ഒരു മാതൃകയാണ്. നിങ്ങൾ ഡംബലെ നോക്ക്. അവന് തൻ്റെ ടീംമേറ്റ്സിന് വേണ്ടി, അവരെ ഫൈറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഇതുകൊണ്ടേയിരിക്കുകയായിരുന്നു ഫ്രം ദി ബെഞ്ച്. ഇതല്ല 90% സൂപ്പർ താരങ്ങൾ, സ്റ്റാർസും ചെയ്യുന്ന കാര്യം. ഇങ്ങനെയല്ല ചെയ്യാറ്. പലരും വളരെ ബാഡ് ജസ്റ്റേഴ്സ് പിച്ചിൽ നിന്ന് തന്നെ തുടങ്ങും, എന്നിട്ട് കോച്ചിന് കൈ കൊടുക്കുകയില്ല, ബെഞ്ചിൽ പോയിരുന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയും ചെയ്യും. അതല്ല മാതൃക. ഡംബലയിൽ സൂപ്പർ താരങ്ങളെ നിങ്ങൾക്ക് മാതൃകയുണ്ട്, ഡംബലയിൽ ഫുട്ബോൾ താരങ്ങളെ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയുകയാണ് ടോണി ക്രൂസ്. ഏതായാലും ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന കോച്ച് ടീമിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം, അതിനെ ഏറ്റവും മികച്ച രൂപത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. PSG ടീം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ PSG ടീം ഓൾറെഡി ഒരു UCL വിജയിച്ചിട്ട് 2ാം UCLൻ്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ലൂയിസ് എൻറിക്കയുടെ മികവ് തന്നെയാണ്. ഒപ്പം ഒസ്മാൻ ഡംബലയെ പോലെ ടീമിനായിട്ട് കൈമെയ് മറന്ന് പോരാടാൻ തയ്യാറുള്ള ഒരു കൂട്ടം പോരാളികളുടെ വിജയം കൂടിയാണ്. അതാണ് നാസർ അൽ ഖലീഫി ആ മത്സരം കഴിഞ്ഞിട്ട് പറഞ്ഞത്, ബയേണിനെ തോൽപ്പിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങളുടെ ടീമിലുള്ളത് ഫുട്ബോൾ താരങ്ങളല്ല, മറിച്ച് ഒരു കൂട്ടം പോരാളികളാണെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.